ഞാനൊന്ന് വി.എസ്. രഞ്ജിത്തിലേക്ക് കൂടി പോകുന്നു. രഞ്ജിത്ത്, ഇപ്പോൾ നഗരസഭാ അധ്യക്ഷയുടെ പ്രതികരണമാണ്. യോഗം ചേർന്നത് ബി.ജെ.പി ജില്ലാ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ എന്നുള്ള കാര്യം നഗരസഭാ അധ്യക്ഷ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നു. ഇതിൽ 6 കൗൺസിലർമാരെങ്കിലും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇക്ബാലും സ്ഥിരീകരിക്കുകയാണ്. രാജിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. പുറത്തെന്തായാലും പരസ്യ പ്രതികരണങ്ങൾക്ക് നേതാക്കളൊന്നും തയ്യാറായിട്ടുമില്ല. രഞ്ജിത്തിന് എന്താണ് ലഭിക്കുന്ന വിവരം? ഇത് പാലക്കാട് മാത്രം സംഭവിക്കാനിരിക്കുന്നതാണോ? നിലവിലൊരു പൊട്ടിത്തെറിയിലേക്ക് പോയിട്ടുള്ളത് പാലക്കാട് മാത്രമാണ്. പാലക്കാട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു അസാധാരണമായ സംഭവമാണ്. ബി.ജെ.പിയിൽ നേരത്തെയൊക്കെ കെ രാമനിലേക്ക് ബി.ജെ.പി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കൂടി അത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആയിരുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ചില തീരുമാനങ്ങൾക്കെതിരെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പാലക്കാട് ഒരു കൗൺസിലർമാർ 6 കൗൺസിലർമാർ എന്നതിനേക്കാൾ അപ്പുറത്ത് പാലക്കാട് ബി.ജെ.പിയുടെ സംസ്ഥാന ട്രഷറർ തന്നെ ഒരു ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നു. ഒരു ദേശീയ സമിതി അംഗം പങ്കെടുത്തിരിക്കുന്നു. പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ പങ്കെടുത്തിരിക്കുന്നു. ഈ രീതിയിൽ പാലക്കാട് ജില്ലയ്ക്കകത്ത് ഏറ്റവും സ്വാധീനമുള്ള പ്രബലമായ ഒരു അവിടെ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നു. ഭാവി പരിപാടികളും കാര്യങ്ങളൊക്കെ പറയും. പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, പാർട്ടിയുടെ നേതൃത്വത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി നിർബന്ധിക്കുന്നത്. ഇക്ബാൽ, നാളെ രാജിവെക്കുമോ എന്ന് ചോദിക്കാമോ? നിങ്ങളുടെ ആവശ്യങ്ങൾ ജില്ലാ നേതൃത്വം മറുപടി എൻ്റെ ഇന്ന് പ്രതീക്ഷിക്കണ്ട. എൻ്റെ പാർട്ടിയാണ് എൻ്റെ ജീവൻ, എൻ്റെ ശ്വാസം എൻ്റെ പാർട്ടിയാണ്. മനസ്സിലായില്ലേ? യോഗത്തിൽ നിങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ജില്ലാ നേതൃത്വം പാർട്ടിയുടെ നേതൃത്വത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ കഴിവ് പ്രാപ്തിയുള്ള നേതാക്കന്മാർ നമ്മുടെ സംഘടന ഉണ്ടെന്ന് നമുക്ക് സംഘടന വിശ്വാസമുണ്ട്. സംഘപരിവാർ പ്രസ്ഥാനത്തിൽ അതിൻ്റെ നേതാക്കന്മാരുണ്ട്, അവർ പരിഹരിക്കും. അവർ പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ ജീവൻ വെടിയുന്നവരെ ഈ കാവ്യ പതാകയിൽ പുതച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. എടുത്തിട്ടുള്ള തീരുമാനങ്ങളെല്ലാം പാർട്ടി അറിയിക്കുന്നതിനാണ്. തീർച്ചയായും പാർട്ടി അറിയിക്കും. ഇക്ബാൽ നാളെ രാജിവെക്കും കൗൺസിലർമാർ എന്നുള്ള സൂചനകളുണ്ട്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നോ? സ്മൃതി, അതായത് ഇന്ന് തന്നെ ഇപ്പോൾ രാജ്യസന്നദ്ധ അറിയിച്ചുകൊണ്ടുള്ള കാര്യങ്ങളുമായി നടപടികൾ അത് മുന്നോട്ട് നടത്താനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ കൗൺസിലർമാർ ഇവിടെ നിന്ന് പിരിഞ്ഞിരിക്കുന്നതെന്നാണ് ലഭ്യമാവുന്ന വിവരം. 6 അല്ല, കൂടുതൽ കൗൺസിലർമാർ ഈ യോഗത്തിൻ്റെ അകത്തേക്ക് ഇടയിൽ എത്തിയിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്ത് വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി 6 പേരാണ് ഇതിൽ പങ്കെടുത്തിരുന്നത്. പക്ഷേ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടത്തും. ആദ്യഘട്ടത്തിൽ ഈ തങ്ങളുടെ രാജ്യസന്നദ്ധ അത് ആദ്യഘട്ടത്തിൽ അറിയിക്കാൻ പോകുന്നത് പാർട്ടിയാണ്. ഇന്ന് തന്നെ ഈ ചർച്ച ചെയ്ത്, അതായത് ഇന്ന് ഈ യോഗത്തിൽ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ യോഗത്തിന് ശേഷം എടുത്തുള്ള തീരുമാനങ്ങളും കൃത്യമായി തന്നെ ഇന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിക്കും, ജില്ലാ നേതൃത്വത്തെ അറിയിക്കും, സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക. തങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല നടക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ല ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ കൃത്യമായി തന്നെ രാജിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്നിവിടെ പങ്കെടുത്തിട്ടുള്ള കൗൺസിലർമാരുടെയും ബി.ജെ.പി നേതാക്കളുടെയും തീരുമാനം. കൗൺസിലർ സ്ഥാനം മാത്രമല്ല, തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കുമെന്നാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ നേതാക്കൾ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പാലക്കാട് ബി.ജെ.പി പൊട്ടിത്തെറി എന്നുള്ളതാണ് രാജ്യസന്നദ്ധത. ഇന്ന് പങ്കെടുത്ത വിമത യോഗത്തിന് ശേഷം നേതാക്കൾ അറിയിക്കാനിരിക്കുന്നു നേതൃത്വത്തെ എന്നുള്ള വിവരം കൂടി ലഭിക്കുകയാണ്. വലിയ വാർത്തയാണ്.